AC മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ വോൾട്ടേജ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടല്ലേ, 220 230 വോൾട്ടാണ് നമുക്ക് ലൈനിൽ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് അതിലേക്ക് മാറ്റിയിടണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാണ് AC. പക്ഷേ AC എത്രയാണ് കിടക്കുന്നത്? 200 ആണല്ലേ. നമുക്ക് 200 അല്ലല്ലോ വേണ്ടത്. നമുക്ക് 600ലേക്ക് ഇടാം. കണ്ടോ? കാരണം നമുക്കറിയാം 230 ആ ഒരു റേഞ്ചിൽ വോൾട്ടേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 230 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ 200 ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് കൂട്ടിയിട്ടിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ 600ലേക്ക് ഇട്ടു കേട്ടോ. AC ഇതാണ്. AC ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ കറണ്ടിലൊക്കെ കളിക്കുന്നതാണല്ലേ, കുറച്ച് സൂക്ഷിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടോ, 237 വോൾട്ട് അല്ലേ, 34 35 36 236 37. ഓക്കെ, ഇത് മാറി മാറി നിൽക്കാം, KCBയുടെ അല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് AC വോൾട്ടേജ് മെഷർ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. AC റേഞ്ച് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് AC വോൾട്ടേജ് മെഷർ ചെയ്യാം.